സംസ്ഥാനത്തെ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് ഉടമ സംഘടനകൾ സെക്രട്ടേറിയറ്റ് മാർച്ചിനും ധർണയ്ക്കും ഒരുങ്ങുന്നു. തങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും തൊഴിൽ സംരക്ഷിക്കുന്നതിനും ക്ഷേമനിധി പോലുള്ള നമ്മുടെ അവകാശങ്ങൾ അംഗീകരിക്കുന്നതിലും മാറി മാറി വരുന്ന സർക്കാരുകൾ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് മാർച്ചും ധർണയും. ഓഗസ്റ്റ് 22-ന് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് പ്രകടനമായി വന്ന് സെക്രട്ടേറിയറ്റ് നടയിൽ പ്രതിഷേധ ധർണ നടത്തുമെന്ന് സംസ്ഥാന ഭാരവാഹികൾ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ലൈസൻസിൻ്റെയും പൊല്യൂഷൻ്റെയും പേര് പറഞ്ഞ് നമ്മുടെ ചെറുകിട തൊഴിൽ സ്ഥാപനങ്ങളെ ഇല്ലാതാക്കി കുത്തകകൾക്ക് അവസരം കൊടുക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നതെന്ന് ഭാരവാഹികൾ ആരോപിക്കുന്നു. താങ്ങാൻ പറ്റാത്ത തരത്തിലുള്ള വിവിധ നികുതി ഭാരങ്ങളാണ് ഓരോ വർഷവും ഈ മേഖലയിൽ സർക്കാർ അടിച്ചേൽപ്പിക്കുന്നത്. ചെറുകിട ഇടത്തരം വർക്ക്ഷോപ്പുകൾ, അനുബന്ധ സ്ഥാപനങ്ങൾ നിലനിർത്തേണ്ടത് തങ്ങളുടെ ജീവിത പ്രശ്നമാണ്. സർക്കാരിൽ നിന്ന് ഒരു ആനുകൂല്യവും കിട്ടാതെയാണ് ഇതുപോലുള്ള സ്ഥാപനങ്ങൾ നടത്തിപ്പോകുന്നത്. തങ്ങൾ കോടിക്കണക്കിന് രൂപയാണ് സർക്കാരിന് നികുതി വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നത്. ഓഗസ്റ്റ് 22-ന് കേരളത്തിലെ മുഴുവൻ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് അനുബന്ധ സ്ഥാപനങ്ങളും അടച്ചുകൊണ്ട് ഈ പ്രതിഷേധ ധർണയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കണമെന്നും ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു. കഴിഞ്ഞ 40 വർഷമായി പ്രവർത്തിച്ചു വരുന്ന അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള എന്ന് പറയുന്ന സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റാണ് ഞാൻ. എന്നോടൊപ്പം ഉള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ നസീർ കളിക്കാട്. ഞങ്ങളുടെ തൊഴിൽ മേഖലയ്ക്ക് ഇന്ന് വന്നിരിക്കുന്ന ഏറ്റവും ഗുരുതരമായ ഒരു പ്രശ്നം ബഹുമാനപ്പെട്ട ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തി. പക്ഷേ അതിന് പരിഹാരം കാണാത്ത ഒരു സാഹചര്യത്തിൽ ശക്തമായ സമരത്തിലേക്ക് പോകേണ്ട ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളുള്ളത്. തീർച്ചയായിട്ടും ഗവൺമെൻറ്റുകളിൽ നിന്ന് എന്തെങ്കിലും അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയല്ല, മറിച്ച് ഞങ്ങളുടെ തൊഴിൽ മേഖലയ്ക്ക് ഇന്നുണ്ടായിരിക്കുന്ന നിലനിൽപ്പിനായിട്ടുള്ള വലിയൊരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിന്ന് പൊതുതലത്തിലേക്ക് ഈ വരുന്ന ഓഗസ്റ്റ് മാസം 22-ാം തീയതി ഒരു സമര പരിപാടികളുമായിട്ട് ഇറങ്ങുകയാണ്. അതിന് തുടക്കമെന്ന രീതിയിൽ ഈ വരുന്ന 22-ാം തീയതി വ്യാഴാഴ്ച രാവിലെ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും പ്രകടനമായി സെക്രട്ടേറിയറ്റ് നടയിലെത്തി ധർണ നടത്തുന്ന ഒരു സമരത്തിന് ആരംഭം കുറിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് മേഖലയെ സംരക്ഷിക്കുക, ചെറുകിട ഇടത്തരം വർക്ക്ഷോപ്പുകളെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കുക, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ലൈസൻസ് ലഘൂകരിക്കുക, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ നിയമവ്യവസ്ഥകളിൽ ഇളവ് അനുവദിക്കുക, ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് തൊഴിലാളി ക്ഷേമനിധി മോട്ടോർ തൊഴിലാളി ക്ഷേമനിധിയിൽ ലയിപ്പിക്കുന്ന നടപടി അടിയന്തരമായി നടപ്പാക്കുക തുടങ്ങിയ വിവിധ പ്രധാന മുദ്രാവാക്യങ്ങൾ ഉയർത്തിയുള്ള പ്രതിഷേധത്തിൽ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയും മുൻപന്തിയിൽ നിൽക്കുമെന്ന് ജില്ലാ സെക്രട്ടറി സംഗീത് മഠത്തിൽ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ്.